അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1500 തിരുവസന്തത്തെ വരവേൽക്കുന്ന ഈ സുന്ദരമായ നിമിഷത്തിൽ നിങ്ങളുടെ മുന്നിൽ ഒരു കഥ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കഥയുടെ പേരാണ് വിസ്മയം തീർത്ത കാരുണ്യം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. മക്ക നഗരം വിജയമാണ്. മനസ്സിനെ കുളിരണിയിക്കുന്ന കാലച്ച. ഓരോ മണൽത്തരിയും കൊതിച്ചു പോകുന്നു. ആ പാദസ്പർശം എന്നിലായതുവെങ്കിലെന്ന്. ആ കാലച്ച മറ്റാരുടേതുമായിരുന്നില്ല, ലോകാനുഗ്രഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിരുന്നു. മരുഭൂമിയുടെ നടന്നു നീങ്ങുകയാണ് തിരുമേനി. അല്പം കാടിലെ സ്ഥലത്തെത്തിയപ്പോൾ ഒരു ഏകിക്കയച്ചിലെ ശബ്ദം കേട്ടു. തങ്ങൾ ചുറ്റും നോക്കി. അപ്പോഴതാ ഒരു മലവേടൻ കിടന്നു ഇറങ്ങുന്നു. തന്റെ അരികിലായി വലയിൽപ്പെട്ട ഒരു മാൻപേടയും. തങ്ങളെ കണ്ടപ്പോൾ മാൻപേട കരച്ചിലെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാൻപേട പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ചിട്ട് 3 ദിവസമേ ആയിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടി വന്നതാണ് ഞാൻ. എന്നെ ഒന്ന് രക്ഷിച്ചായോ? ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലമേടനോട് പറഞ്ഞു, ഈ മാനെ നിങ്ങൾ അയച്ചു വിടൂ. അത് അതിന്റെ കുട്ടികൾക്ക് പാലൂട്ടിയതിനു ശേഷം തിരികെ വരുന്നതാണ്. അപ്പോൾ മലവേടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? ഈമാൻ പോയി തിരിച്ചു വരുമെന്നോ? കുറച്ചു നേരം മലവേടൻ ആലോചിച്ചതിന് ശേഷം പിന്നെ ചോദിച്ചു, നിങ്ങൾ ഇതിന് ജാമ്യം നിൽക്കുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. ഈ മാൻ പോയി തിരിച്ചു വന്നില്ലെങ്കിൽ അതിന് പകരമായി നിങ്ങളെ അറുത്തു കളയും ഞാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഉടനെ തന്നെ മലമേടൻ മാനെ അയച്ചു വിട്ടു. മാൻ ഓടി മറഞ്ഞു. പറഞ്ഞ സമയം കഴിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. അപ്പോഴേക്കും അതാ മാൻപേട ഓടിയെത്തി. ഇത് കണ്ട മലവേടൻ അമ്പരന്നു. ഇതെന്തൊരു അത്ഭുതമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലമേട ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത് കേട്ട ഉടനെ മലമേടൻ ഇസ്ലാം സ്വീകരിച്ചു. ഉടനെ തന്നെ മാനിനെ അയച്ചു വിടുകയും ചെയ്തു. നിങ്ങൾക്ക് എന്റെ ഈ കൊച്ചു കഥ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.